അഷ്ടാഭിഷേകം ദേവിയുടെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്ന പുണ്യാഭിഷേകം. ദേവർക്ക് വിവിധ പുണ്യദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തുന്നത് ഹിന്ദു ആരാധനാപാരമ്പര്യത്തിലെ പ്രധാന ആചാരമാണ്. 8 വിശിഷ്ട ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ദേവിക്ക് അഭിഷേകം നടത്തുന്ന ആചാരമാണ് അഷ്ടാഭിഷേകം. ഓരോ ദ്രവ്യത്തിനും അതിൻ്റെതായ ആത്മീയമായ പ്രതീകാത്മകയുണ്ടെന്നാണ് പരമ്പരാഗത വിശ്വാസം. ദേവിക്ക് സമർപ്പിക്കുന്ന ഓരോ ദ്രവ്യവും ഭക്തന്റെ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ്. അഷ്ടാഭിഷേകത്തിലെ ഓരോ ദ്രവ്യത്തിന്റെയും പ്രാധാന്യം. ഇളനീർ ശുദ്ധിയുടെയും ശാന്തിയുടെയും പ്രതീകം. മനസ്സിനും ജീവിതത്തിനും ശാന്തിയും പരിശുദ്ധിയും ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. നല്ലെണ്ണ ശുഭയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ദോഷങ്ങൾ അകന്ന് ജീവിതത്തിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. പാൽ ശുദ്ധി, സാത്വികത, പോഷണം എന്നിവയുടെ പ്രതീകം. മനസ്സിൽ നന്മയും ജീവിതത്തിൽ സമാധാനവും നിറയണമെന്ന സങ്കല്പത്തോടെ സമർപ്പിക്കുന്നു. തൈര് പോഷണത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകം. കുടുംബത്തിൽ ഐക്യവും ക്ഷേമവും വർദ്ധിക്കണമെന്ന പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. കരിമ്പിൻ നീർ മാധുര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകം. ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും വർദ്ധിക്കണമെന്ന പ്രാർത്ഥനയെ പ്രതിനിധീകരിക്കുന്നു. പഞ്ചാമൃതം വിശിഷ്ടമായ പുണ്യദ്രവ്യങ്ങളുടെ സമന്വയം. സമൃദ്ധി, സൗഭാഗ്യം, ആരോഗ്യവും ദൈവാനുഗ്രഹവും പ്രതിനിധീകരിക്കുന്ന വിശിഷ്ട അഭിഷേകദ്രവ്യമായി പഞ്ചാമൃതം കണക്കാക്കപ്പെടുന്നു. തേൻ മാധുര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകം. വാക്കുകളിലും ബന്ധങ്ങളിലും ജീവിതാനുഭവങ്ങളിലും മാധുര്യം നിറയണമെന്ന പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. നെയ്യ് ശുദ്ധിയുടെയും തേജസ്സിന്റെയും ആത്മീയ പ്രകാശത്തിന്റെയും പ്രതീകമായി കരുതപ്പെടുന്നു. ജ്ഞാനവും ഐശ്വര്യവും ആത്മീയ ഉന്നതിയും ലഭിക്കണമെന്ന സങ്കല്പത്തോടെ സമർപ്പിക്കുന്നു. അഷ്ടാഭിഷേകത്തിന്റെ ആത്മീയ സങ്കല്പം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധി, ജീവിതത്തിലെ മാധുര്യം, കുടുംബത്തിലെ ഐശ്വര്യം, മനസ്സിലെ ശാന്തി, ദൈവിക സംരക്ഷണം, ആരോഗ്യം, സൗഭാഗ്യം, സർവമംഗളം ഇവയെല്ലാം ദേവിയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് അനുഗ്രഹം തേടുന്നതാണ് അഷ്ടാഭിഷേകത്തിന്റെ ആത്മീയ ഭാവം. ഓരോ ദ്രവ്യവും ഒരു പ്രാർത്ഥന, ഓരോ അഭിഷേകവും ഒരു സമർപ്പണം.